ദൈവനാമത്തിന് സ്തോത്രമുണ്ടാകട്ടെ. അനുനയനം എന്ന ഈ പ്രോഗ്രാമിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകരെയും യേശുക്രിസ്തുവിൻ്റെ നിസ്തുല നാമത്തിൽ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. കഴിഞ്ഞ എപ്പിസോഡുകളൊക്കെ മാന്യ പ്രേക്ഷകർക്ക് അനുഗ്രഹീതമായി തീർന്നുകൊണ്ടിരിക്കുന്നു എന്നറിയുന്നതിൽ ഞങ്ങൾ വളരെ സന്തോഷിക്കുന്നു. നിങ്ങളുടെ എല്ലാ അഭിപ്രായങ്ങൾക്കും നിർദ്ദേശങ്ങൾക്കും 1000 നന്ദി അർപ്പിക്കുന്നു. ഒപ്പം തന്നെ ഞങ്ങളുടെ പ്രാർത്ഥനാ ഗ്രൂപ്പ് വളരെ ശക്തമായി ആവശ്യപ്പെട്ട എല്ലാ പ്രാർത്ഥനാ വിഷയങ്ങൾക്ക് വേണ്ടി നിതാന്ത ജാഗ്രതയോടെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു എന്നറിയിക്കുന്നതിൽ അതീവ സന്തുഷ്ടനാണ്. ദൈവത്തിൻ്റെ കരുണയാൽ ഒരിക്കൽ കൂടെ ദൈവവചനം നിങ്ങളുമായി പങ്കുവയ്ക്കുവാൻ ലഭിച്ചിരിക്കുന്ന അവസരത്തെ ഓർത്ത് കർത്താവിന് നന്ദിയും വന്ദനവും അർപ്പിക്കുന്നു. നമ്മുടെ ഈ ലോകത്തിലെ ജീവിതത്തിൽ ചിലപ്പോഴെങ്കിലും വിഷമം സംഭവിച്ച്, തളർച്ച സംഭവിച്ച് ഇടറിപ്പോവാൻ ഇടയുണ്ട്. നമ്മിൽ ഒട്ടുമിക്ക പേരിലും ഉണ്ടാവുന്ന ഒരു പ്രത്യേക പ്രതിഭാസമാണ് ക്ഷീണം എന്നുള്ളത്. ക്ഷീണിക്കുക, മടുക്കുക, തളരുക. ഇതിനിടയാക്കുന്ന അനേകം സാഹചര്യങ്ങൾ നമ്മുടെ ചുറ്റുപാടിൽ നിന്നും നമ്മിലേക്ക് വന്നു ചേരാറുണ്ട്. ഇങ്ങനെ നമുക്ക് മുൻപായിട്ട് അനുഭവിച്ചതായ എബ്രായരായ ക്രിസ്ത്യാനികൾക്ക് ഉണ്ടായ വൈഷമ്യങ്ങളിലേക്കുള്ള ഒരു എത്തിനോട്ടമാണ് ഇന്നത്തെ നമ്മുടെ വചനചിന്തയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇന്നത്തെ സവിശേഷമായ ചിന്തയ്ക്ക് ആധാരമായി എബ്രായ ലേഖനം 4-ാമത്തെ അധ്യായത്തിന്റെ 14 മുതലുള്ള വാക്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് വേണ്ടി വായിക്കുന്നു. ആകയാൽ ദൈവപുത്രനായ യേശു ആകാശത്തിൽ കൂടി കടന്നുപോയ ഒരു ശ്രേഷ്ഠ മഹാപുരോഹിതനായി നമുക്ക് ഉള്ളതുകൊണ്ട് നാം നമ്മുടെ സ്വീകാര്യം മുറുകെ പിടിച്ചുകൊള്ളുക. നമുക്കുള്ള മഹാപുരോഹിതൻ നമ്മുടെ ബലഹീനതകളിൽ സഹതാപം കാണിപ്പാൻ കഴിയാത്തവനല്ല, പാപമൊഴികെ സർവ്വത്തിലും നമുക്ക് തുല്യനായി പരീക്ഷിക്കപ്പെട്ടവനത്രേ നമുക്കുള്ളത്. അതുകൊണ്ട് കരുണ ലഭിപ്പാനും തത്സമയത്ത് സഹായത്തിനുള്ള കൃപ പ്രാപിപ്പാനുമായി നാം ധൈര്യത്തോടെ കൃപാസനത്തിന് അടുത്ത് ചെല്ലുക. വേദപുസ്തക സംബന്ധിയായ വളരെ പ്രധാനപ്പെട്ട ഒരു എഴുത്താണ് എബ്രായ ക്രൈസ്തവർക്ക് ഇവിടെ അപ്പോസ്തലൻ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ക്ഷീണിച്ച് മടുക്കാൻ ഇടയുള്ള ജീവിത സാഹചര്യങ്ങളിൽ എങ്ങനെ മുന്നോട്ട് നിലനിൽക്കണം, അതിന് ആരുടെ സഹായം ഉണ്ടാവണം, സഹായിപ്പാൻ കഴിയുന്ന ദൈവം ഉണ്ടോ, അങ്ങനെയുണ്ടെങ്കിൽ ആ ദൈവത്തിൻ്റെ പ്രത്യേകതകൾ എന്ത്, ആ ദൈവത്തിൻ്റെ അടുക്കിലേക്ക് ആർക്കൊക്കെ പ്രവേശനം സാധ്യമാണ്, അങ്ങനെ പ്രവേശിക്കാനാവുമെങ്കിൽ അത് ഭയത്തോടെയോ അഥവാ സ്വാതന്ത്ര്യത്തോടെയോ, ഇത്തരം ചോദ്യങ്ങൾക്കുള്ള ഉത്തരവും അതിനുള്ള വിശദമായ ഒരു നിർദ്ദേശങ്ങളുമാണ് നാം വായിച്ചു കേട്ടതായിരിക്കുന്ന വേദഭാഗങ്ങളിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഫ്രാൻസ് എന്ന രാജ്യത്ത് അതിൻ്റെ തീരപ്രദേശങ്ങളിലെ ഒരു ദ്വീപായ നോർമണ്ടി എന്ന ഒരു സ്ഥലമുണ്ട്. നോർമണ്ടി ഐലൻഡ് തിരകളാൽ എപ്പോഴും പ്രക്ഷുബ്ധമാക്കപ്പെടുന്ന ഒരു ഭൂവിഭാഗമാണ്. ഇടയ്ക്കിടെ വേലിയേറ്റം കടന്നു വരികയും വേലിയിറക്കമുണ്ടാവുകയും ചെയ്യുന്നു. എന്നാൽ ഈ നോർമണ്ടി ഐലൻഡിൽ സെന്റ് മിച്ചൽ എന്ന ഒരു മഹത്തായ കത്തീഡ്രലുണ്ട്. ആ കത്തീഡ്രൽ ഒരു വലിയ തീർത്ഥകേന്ദ്രമാണ്. ഒപ്പം തന്നെ അവിടെ വിശുദ്ധന്മാരുടെ, പൂർവന്മാരുടെ എന്നറിയപ്പെടുന്ന ഒരു വലിയ കല്ലറയുണ്ട്. അതുകൊണ്ട് ഈ കല്ലറയും കത്തീഡ്രലും ആ ചുറ്റുപാടുകളും കാണുവാൻ എല്ലാ വർഷങ്ങളിലും ഇടതടവില്ലാതെ സഞ്ചാരികളുടെ ഒഴുക്ക് ആ പ്രദേശത്തേക്ക് ഉണ്ടാവാറുണ്ട്. പക്ഷേ അവിടേക്ക് വരുന്ന സഞ്ചാരികളെ ഏറ്റവും ഭ്രമിപ്പിച്ചിരുന്ന ഒരു പ്രത്യേകത ആ സ്ഥലത്തിൻ്റെ ഭൂമിശാസ്ത്രപരമായ കിടപ്പാണ്. മിക്കപ്പോഴും ഐലൻഡിലേക്ക് ഈ വേലിയേറ്റം ഉണ്ടാകുന്ന സമയത്ത് കടന്നു വരുന്ന ആളുകളുടെ ഭയം, എപ്പോൾ വേണമെങ്കിലും വേലിയേറ്റമുണ്ടാകാം, അതുകൊണ്ട് വെള്ളത്തിൽപ്പെട്ട് ഞങ്ങൾ മൃതരായിത്തീരാം. വേലിയിറക്കം ഉണ്ടാകുന്ന സന്ദർഭങ്ങളിലാണെങ്കിൽ നേർ വിപരീതമായൊരു സാഹചര്യം ഉണ്ടാകുന്നത് കനത്ത പൊടിക്കാറ്റ് അവരുടെ യാത്രയെ ദുസ്സഹമാക്കുകയും ജീവിതത്തെ തടസ്സപ്പെടുത്തുകയും ചെയ്യുന്നു. ഇങ്ങനെ രണ്ടായാലും നോർമണ്ടി ഐലൻഡിലെ സെന്റ് മിച്ചൽ എന്ന കത്തീഡ്രലിലേക്കുള്ള അവരുടെ പുണ്യ തീർത്ഥ യാത്രകളെല്ലാം തന്നെ മിക്കപ്പോഴും അപകട മരണങ്ങളിൽ പെടാറുണ്ട്. 100 കണക്കിന് ആളുകൾ മൃതിയടയാറുണ്ട് ഓരോ വർഷവും. ഈ കഴിഞ്ഞ ഇടയ്ക്ക് അവിടേക്കൊരു കോസ്വേ നിർമ്മിക്കുകയുണ്ടായി. ആ കോസ്വേയുടെ നിർമ്മാണം പൂർത്തിയായതോടുകൂടി മാത്രമാണ് നോർമണ്ടി ഐലൻഡിലെ സെന്റ് മിക്കേൽ എന്ന ആ സുപ്രസിദ്ധമായ തീർത്ഥാടന കേന്ദ്രത്തിലേക്കുള്ള യാത്ര സുഗമമായി തീർന്നത്. അതിനു മുൻപ് എപ്പോഴും അവിടെ എത്തുന്നത് കൗതുകകരവും ആനന്ദകരവുമാണെങ്കിലും ജീവിതത്തിന് സാഫല്യം വരുത്തുന്നതെന്ന് മനുഷ്യൻ വിചാരിക്കുമെങ്കിലും അവിടേക്ക് എത്താറുള്ള തീർത്ഥാടകരുടെ മനസ്സിൽ ഭയം നിറഞ്ഞിരിക്കുകയാണ്. എന്തു വേണമെങ്കിലും സംഭവിക്കാം. ഒന്നുകിൽ മരണം, അല്ല എങ്കിൽ മാത്രം ഒരു രക്ഷപ്പെടിൽ. പക്ഷേ അവിടെ എത്താൻ എന്നും തീർത്ഥാടകർ
വളരെ ജാഗരൂകരായിരുന്നു. ഏതാണ്ട് ഇതേപോലെ ഒരു സാഹചര്യമായിരുന്നു ദൈവത്തിൻ്റെ അടുക്കലേക്ക്, ഭൂമിയിൽ ദൈവത്തിൻ്റെ അടുക്കലേക്കുള്ളതായ സമാഗമ സ്ഥലത്തേക്കുള്ള ഇസ്രായേൽ മക്കളുടെ യാത്രയും. അവർക്ക് എല്ലായ്പ്പോഴും അങ്ങോട്ടേക്ക് പ്രവേശനമുണ്ടായിരുന്നില്ല. ജനത്തിൻ്റെ പ്രതിനിധിയായ മഹാപുരോഹിതൻ ആണ്ടിൽ ഒരിക്കൽ മാത്രം ജനത്തിന് വേണ്ടിയിട്ടുള്ള പശ്ചാത്താപ യാഗമർപ്പിച്ച മൃഗത്തിൻ്റെ രക്തവുമായിട്ട് അവിടേക്ക് കടന്നു കയറാൻ പറ്റും. ആണ്ടിൽ ഒരിക്കൽ മാത്രം ജനത്തിൻ്റെ പാപപരിഹാരത്തിന് വേണ്ടിയിട്ട് ഉള്ള രക്തവുമായിട്ട് ഈ അതിപരിശുദ്ധ സ്ഥലത്തേക്ക്, സമാഗമന കൂടാരത്തിൻ്റെ അന്തർമന്ദിരത്തിലേക്ക് പ്രവേശനം ഉണ്ടായിരുന്നു. വളരെ ഭീതിതമായ ഒരു സാഹചര്യമാണ് ഉള്ളത്. ഈ മനുഷ്യനിലാവട്ടെ, അദ്ദേഹം പ്രതിനിധാനം ചെയ്യുന്ന ഇസ്രായേലിയ സമൂഹത്തിലാവട്ടെ, ആരിലെങ്കിലും പാപത്തിൻ്റെ ലാഞ്ചനയുണ്ടെങ്കിൽ സുനിശ്ചിതമാണ് മരണം. ആ മനുഷ്യൻ ഒരു കാരണവശാലും തിരികെ വരത്തില്ല. ഭയത്തോടെയാണ് അവിടേക്ക് പുരോഹിതൻ കടന്നുപോയിക്കൊണ്ടിരുന്നത്. തീർന്നില്ല, മോശെ ദൈവത്തിൻ്റെ സമാഗമന കൂടാരത്തിലേക്കുള്ള പ്രവേശനത്തിൻ്റെ ഉത്തരവ് കൊടുക്കുന്ന ഭാഗത്ത് വളരെ വ്യക്തമായി രേഖപ്പെടുത്തിയിരിക്കുകയാണ്. ഏതാണ്ട് 3 ദിവസങ്ങളോളം ജനമെല്ലാം ആ പർവ്വതം വിട്ട് മാറി നിൽക്കണം. അവര് അലക്കി കുളിച്ച് വൃത്തിയാക്കി തങ്ങളുടെ കൂടാരങ്ങളെല്ലാം വളരെ ക്ലീൻ ചെയ്ത് വിശുദ്ധി ആചരിച്ചുകൊണ്ട് വേണമായിരുന്നു സമാഗമനത്തിലേക്ക് പുരോഹിതന്റെ യാത്രയ്ക്ക് ഒരുക്കം കൊടുക്കേണ്ടത്. അപ്പോൾ ഓർക്കണം, ഒരു കൂട്ടം ജനം അപ്പാടെ അമ്പരപ്പോടെ ഭയത്തോടെ വിഹ്വലതയോടെ നിൽക്കുമ്പോൾ അവരുടെ പ്രതിനിധിയായ ജനത്തിന്റെ മഹാപുരോഹിതൻ യഹോവയുടെ സമാഗമം ഉണ്ടാകുന്ന സ്ഥലത്തേക്ക് കടന്നു പോകുന്നു. ഭീതിജനകമായ ഈ ഒരു ഉൾക്കാഴ്ച എബ്രായ ക്രൈസ്തവന്റെ മനസ്സിനെ അലട്ടിക്കൊണ്ടിരുന്നു. എന്നാൽ ഈ ഭീതിജനകമായിരിക്കുന്ന സാഹചര്യത്തിൽ നിന്നും തികച്ചും വ്യത്യസ്തമായിട്ട് കരുണാസമ്പന്നനായ ദൈവം തങ്ങളോട് കാണിച്ച മഹാദയയുടെ അനന്തര ഫലമായി ധൈര്യത്തോടെ ദൈവത്തിന്റെ കൃപാസനത്തിലേക്കുള്ള പ്രവേശനമുണ്ട് എന്ന ശബ്ദവർത്തമാനം ഇവിടെ അപ്പോസ്തലൻ വിവരിച്ച് കൊടുക്കുകയാണ്. ധൈര്യത്തോടെ കൃപാസനത്തിലേക്ക് പ്രവേശനം എന്നാണ് പറഞ്ഞു വെച്ചിരിക്കുന്ന ഒരു കാര്യം. ഞാൻ അതിന്റെ 14-ാമത്തെ വാക്യം മുതൽക്ക് വായിക്കുകയാണ്. ആകയാൽ ദൈവപുത്രനായ യേശു ആകാശത്തിൽ കൂടെ കടന്നുപോയ ഒരു ശ്രേഷ്ഠ മഹാപുരോഹിതനായി നമുക്കുള്ളത് കൊണ്ട് നമ്മുടെ സ്വീകാരം മുറുകെ പിടിച്ചുകൊള്ളുക. ദൈവപുത്രനായ യേശു, ഇസ്രായേലിലെ മഹാപുരോഹിതൻ, തിരശ്ശീലയ്ക്കപ്പുറത്തേക്ക് മഹാപരിശുദ്ധ സ്ഥലത്തേക്ക് ദൈവത്തിൻ്റെ നിയമപ്പെട്ടകം ഇരിക്കുന്ന, ദൈവത്തിൻ്റെ കൃപാസനം ഇരിക്കുന്ന ആ തിരശ്ശീലയ്ക്കപ്പുറത്തേക്ക് ആണ്ടിലൊരിക്കൽ കടന്നു പോകുന്നതിൻ്റെ വ്യക്തമായ ചിത്രം ഉൾക്കൊള്ളാനാവുന്ന ഇസ്രായേലി സമൂഹത്തോട് പറയുകയാണ്. ഇവണ്ണം തന്നെ ദൈവത്തിൻ്റെ പുത്രനായ യേശു ക്രിസ്തു ആകാശമെന്ന തിരശ്ശീലയ്ക്കപ്പുറത്തേക്ക് ഒരിക്കലായി കടന്നുപോയി. അത് ഈ പ്രിയപ്പെട്ട ശിഷ്യന്മാരെല്ലാവരും കണ്ട കാര്യമാണ്. ഒലിവ് മലയുടെ മുകളിൽ നിന്നും കരമുയർത്തി തൻ്റെ ശിഷ്യന്മാരെ അനുഗ്രഹിച്ചിട്ട്, നിങ്ങൾ ഭൂമിയിൽ എല്ലായിടവും പോയി ഞാൻ നിങ്ങളോട് ഉപദേശിച്ചെന്ന സകല വചനങ്ങളും പ്രമാണിപ്പാൻ തക്കവണ്ണം സകലരെയും ശിഷ്യരാക്കിക്കൊള്ളുവിൻ എന്നുള്ള അന്തിമ കൽപ്പന കൊടുത്ത ശേഷം യേശു അവർ നോക്കി നിൽക്കെ അവരുടെ കണ്ണുകൾക്ക് അപ്രത്യക്ഷനായി. ഒരു മേഘം അവനെ മറച്ചു എന്ന് പറയുമ്പോൾ വ്യക്തമാണ്, അവൻ അവരുടെ കാഴ്ചയിൽ നിന്നും അവരുടെ തലയ്ക്ക് മീതെ ഉയരങ്ങളിലേക്കാണ് പോയത്. മേഘത്തിൻ്റെ ആ പരപ്പിൽ നമുക്ക് കാണാൻ സാധിക്കുന്ന കാഴ്ചയ്ക്ക് അപ്പുറത്തേക്ക് കടന്നുപോയി. മേഘപ്പാളികൾക്കപ്പുറത്തേക്ക് അപ്രത്യക്ഷനായി. ഏതാണ്ട് ആ ഒരു വിവരണമാണ് ഇവിടെ നമുക്ക് നൽകിയിരിക്കുന്നത്. ആകാശത്തൂടെ, ആകാശ മേഘങ്ങൾക്കപ്പുറത്തുള്ള ഏതോ വിഹായസിലേക്ക്, ഏതോ സ്ഥലത്തേക്ക്, ഉന്നതികളിലേക്ക് കടന്നുപോയി എന്ന് പറയുന്നതിലൂടെ ഈ ഗ്രന്ഥകർത്താവ് അർത്ഥമാക്കുന്നത് അതേ സത്യം തന്നെയാണ്. ഒരു മഹാപുരോഹിതൻ ഇസ്രായേൽ മക്കൾക്ക് വേണ്ടിയിട്ട് ആണ്ടിലൊരിക്കൽ തിരശ്ശീല മുറിച്ചു കടന്ന് അതിപരിശുദ്ധ സ്ഥലത്ത് പോകുന്നത് എങ്ങനെയോ വായനക്കാർക്ക്, എബ്രായ ക്രൈസ്തവർക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന അവണ്ണം തന്നെ യേശു ക്രിസ്തു ആകാശത്തിന്റെ അപ്പുറത്തേക്ക് ശ്രേഷ്ഠ മഹാപുരോഹിതനായി. 4-ാം അധ്യായത്തിലെ വിവരണത്തിലൂടെ ഇവിടെ ലേഖനകർത്താവ് ഉദ്ദേശിക്കുന്നത്
ഒരു സാധാരണ മഹാപുരോഹിതനേക്കാളും ശ്രേഷ്ഠതയുള്ളതായ ശ്രേഷ്ഠ മഹാപുരോഹിതനായി യേശു ക്രിസ്തുവിന്റെ നിത്യ പൗരോഹിത്യത്തെ ഉയർത്തി കാണിക്കുക എന്നുള്ള കാര്യമാണ്. യേശു എന്ന നിത്യ പുരോഹിതന് തുല്യം പറയാൻ വേറെ ആരുമില്ല. അഹരോന്യ ലേവ്യ പൗരോഹിത്യമൊക്കെ ബലഹീനതകളിലും ചപലതകളിലും ഭയത്തോടെയും മാത്രം അവരുടെ ആയുസ്സിനെ ദീർഘമാക്കിക്കൊണ്ടിരുന്നപ്പോൾ, അവരുടെ ആയുസ്സിനെ വച്ചു പുലർത്തിയപ്പോൾ, അതിനപ്പുറത്ത് ഭയത്തിൻ്റെയോ വിഹുലതയുടെയോ ആകുലതയുടെയോ യാതൊരു തടസ്സങ്ങളുമില്ലാതെ ദൈവത്തിന്റെ പുത്രനായി ലോകത്തിൽ ഇറങ്ങി വന്ന യേശു കർത്താവ് നിത്യ പുരോഹിതനായി മനുഷ്യവർഗത്തിന് വേണ്ടിയിട്ട് ഒരേ സമയം ബലിമൃഗവും അതേസമയം ബലി സ്വീകരിക്കുന്ന മഹാപുരോഹിതനുമായി നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യാൻ കടന്നു പോയി എന്നുള്ള ശബ്ദോർത്തമാനം ഇവിടെ എബ്രായ ക്രൈസ്തവരോട് വിളിച്ചറിയിക്കുകയാണ്. ആകാശത്തൂടെ കടന്നുപോയ ശ്രേഷ്ഠ മഹാപുരോഹിതൻ താരതമ്യം ചെയ്യുകയാണ്. ഈ ലോകത്തിലെ പുരോഹിതന്മാർ ഭയത്തോടെ മാത്രം ഒരിക്കൽ മാത്രം കടന്നു പോകുന്ന അതിപരിശുദ്ധ സ്ഥലം സ്വർഗം ദൈവത്തിന്റെ സിംഹാസനമാണ്, പരിശുദ്ധിയുടെ പര്യായമാണ്, ദൈവത്തിന്റെ ഇരിപ്പിടമാണ്. അവിടേക്ക് ഒരിക്കലായി ഈ പുരോഹിതന്മാരെക്കാളൊക്കെ അപ്പുറത്ത് ശ്രേഷ്ഠനായി യേശു മിശിഹ കടന്നു പോയെന്നുള്ള നല്ല വർത്തമാനം. ഇങ്ങനൊരു മഹാപുരോഹിതൻ ഉള്ളത് കൊണ്ട് നാം നമ്മുടെ സ്വീകാരം മുറുകെ പിടിക്കണം എന്ന് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുകയാണ്. എന്താ സ്വീകാരം എന്ന് പറയുന്നത്? അതിന് പ്രൊഫഷൻ എന്ന് നമുക്ക് പറയാവുന്നതാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ an agreement അല്ലെങ്കിൽ ടേംസ് ഓഫ് സറണ്ടർ എന്നൊക്കെ അർത്ഥമാക്കാവുന്ന. മറ്റൊന്ന് കൺഫഷൻ എന്നാണ്. പരസ്പരം രണ്ട് വ്യക്തികൾ തമ്മിൽ ഒരു ഉടമ്പടിയിൽ ഏർപ്പെടുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പര ധാരണയോടെ ഞാൻ ഇന്ന കാര്യങ്ങളിൽ വ്യാപൃതനായിരുന്നുകൊള്ളാം, ഉത്തരവാദിയായിരുന്നുകൊള്ളാം എന്നെടുക്കുന്ന ആ തീരുമാനം, അത് ഏറ്റു പറയുകയാണ്, കൺഫസ് ചെയ്യുകയാണ്. എന്നിൽ ഭരമേൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്തങ്ങളോട് ഞാൻ കൂറ് പുലർത്തിക്കൊള്ളാം. കൺഫഷൻ. ഇതാണ് പ്രൊഫഷൻ എന്നിവിടെ പറഞ്ഞിരിക്കുന്ന പദം കൊണ്ട് അർത്ഥമാക്കുന്നത്. നമ്മുടെ സ്വീകാര്യം എന്താണോ നാം പ്രൊഫസ് ചെയ്തത്, ദൈവവും മനുഷ്യനും ഇടയിലുള്ളതായിരിക്കുന്ന പുതിയ നിയമ ഉടമ്പടിயின் പ്രകാരം യേശുക്രിസ്തു അന്തിമ പെസഹ ആചരിക്കുമ്പോൾ അതുവരെയുള്ള പെസഹ ആചരണങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് അപ്പമെടുത്ത് സ്തോത്രം ചൊല്ലി നുറുക്കി ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് പറയുന്നു, ഇത് നിങ്ങൾക്ക് വേണ്ടി നുറുക്കപ്പെടുന്ന എൻ്റെ ശരീരമത്രേ. അത്താഴം കഴിഞ്ഞ ശേഷം പാനപാത്രവും എടുത്ത് ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് പറയുക, വാങ്ങിക്കുടിപ്പീൻ, ഇത് നിങ്ങൾക്കായി ചൊരിയപ്പെടുന്ന രക്തത്തിൽ പുതിയ നിയമമത്രേ.